നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമായവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കുമായി സുദർശന യന്ത്രം, ധനത്തിനും സമൃദ്ധിക്കുമായി ധനലക്ഷ്മി യന്ത്രം, വശ്യത്തിനായി ബാണേശി, അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളുടെ ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം, കുജരാഹുകേതു ദോഷങ്ങൾക്കായുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു നൽകുന്നു. യന്ത്രങ്ങൾ ആവശ്യമായുള്ളവർ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രം 1202 ആണ്ട് ചിങ്ങം മുതൽ 1203 ആണ്ട് ചിങ്ങം വരെയുള്ള അത്തം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലമാണ് പറയുന്നത്. 1202 ചിങ്ങമാസം മുതൽ 1203 ചിങ്ങമാസം വരെയുള്ള കാലയളവിൽ കന്നിക്കൂറിൽ ഉൾപ്പെടുന്ന അത്തം നക്ഷത്രക്കാർക്ക് വലിയ ജീവിത വളർച്ചയുണ്ടാവും. മാനസികമായ സന്തോഷവും സമൃദ്ധിയും നൽകുന്ന മികച്ച വർഷമായിരിക്കും ഇത്. ചന്ദ്രന്റെ ആധിപത്യമുള്ള നക്ഷത്രമായതിനാൽ മാനസികമായ സന്തോഷവും കർമ്മരംഗത്ത് ആകർഷകത്വവും പ്രകടമാകും. തൊഴിൽ പുരോഗതി, സാമ്പത്തിക ലാഭം, കുടുംബത്തിൽ ഐശ്വര്യം എന്നിവ വന്നുചേരും. വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ അത്യാവശ്യമാണ്. കാലയളവ് തിരിച്ചുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ചിങ്ങം, കന്നി, തുലാം മാസങ്ങൾ, അതായത് വർഷാരംഭത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കാനും ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വ്യാപാരത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മികച്ച ലാഭവും വളർച്ചയും ഉണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും സഹോദരങ്ങളിൽ നിന്ന് പിന്തുണയും ലഭിക്കും. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിലെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് മാനസികമായി ചെറിയ രീതിയിലുള്ള ചഞ്ചലതയും മാനസിക സമ്മർദ്ദവും വന്നുചേരാം. അനാവശ്യ ചിന്തകൾ കാരണം ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടാകും. മനസ്സ് ശാന്തമാകാൻ പ്രാണായാമവും ധ്യാനവും ഒക്കെ ഒന്ന് ശീലിക്കുക എന്നുള്ളതാണ്. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ സർഗാത്മക കാര്യങ്ങളിൽ ശോഭിക്കാനും പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും അനുകൂലമായ സമയമാണ്. കല, സാഹിത്യം, ഡിസൈനിങ്, IT മേഖലയിലുള്ളവർക്കൊക്കെ മികച്ച നേട്ടങ്ങളുണ്ടാകും. ആഗ്രഹിച്ച ഗൃഹോപകരണങ്ങളും വാഹനവും സ്വന്തമാക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ പഠനത്തിലും കരിയറിലും പുരോഗതി തീർച്ചയായും ഉണ്ടാകും. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിലെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഉദര സംബന്ധമായ അസുഖങ്ങൾ വരാം. ചില ബന്ധുക്കളുമായി വിയോജിപ്പുകൾ വരാതെ പ്രത്യേകം സൂക്ഷിക്കുക. ഭക്ഷണക്രമത്തിലും ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. കുംഭം, മീനം, മേടം മാസങ്ങളിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. അതുപോലെ തന്നെ അത്തം നക്ഷത്ര ജാതർക്ക് ഈ സമയം വിവാഹ കാര്യങ്ങളിലും ശുഭകാര്യങ്ങളിലും അന്തിമ തീരുമാനമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. തീർപ്പാകാതിരുന്ന കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. വിദേശ യാത്രയ്ക്കോ വിദേശത്ത് ജോലി ലഭിക്കാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലമുണ്ടാകും. കുംഭം, മീനം, മേടം മാസങ്ങളിലെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് അന്യരെ അമിതമായി വിശ്വസിച്ച് പണം കടം കൊടുക്കാതിരിക്കുക. ഔദ്യോഗിക രംഗത്ത് ജോലിഭാരം വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. ഇടവം, മിഥുനം, കർക്കിടകം 1203 ആണ്ട് ചിങ്ങം, അതായത് വർഷാവസാനത്തിൽ ആഗ്രഹ പൂർത്തീകരണവും
ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും. തീർത്ഥാടനങ്ങളും സന്തോഷകരമായ കുടുംബയാത്രകളും നടത്താൻ അവസരങ്ങൾ ഉണ്ടാവും. ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം മാസങ്ങളിലെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ചില്ല എങ്കിൽ സമ്പാദ്യം കുറയാൻ സാധ്യത കാണുന്നു. അല്പം മടിയും അലസതയും കാര്യങ്ങൾ വൈകിപ്പിക്കുവാനുള്ള പ്രവണതയും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യനിഷ്ഠയും സാമ്പത്തിക അച്ചടക്കവും പാലിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവായി ചില കാര്യങ്ങൾ കൂടി അറിയിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യും. എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തി സമ്പാദിക്കുവാനിടയുണ്ട്. കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി തർക്കമുണ്ടാകും. ആയുർദോഷം കാണുന്നത് കൊണ്ട് ശിവപ്രീതി സമ്പാദിക്കണം. അധ്യാപകർക്ക് കാലം അനുകൂലമായി കാണുന്നു. അയൽവാസിയുമായുള്ള ബന്ധം തകരാറിലാകുവാൻ സാധ്യത കാണുന്നു. കൃഷിയിൽ നിന്നും ഉദ്ദേശിച്ച ലാഭം ലഭിക്കുകയില്ല. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവണം. അതുപോലെ തന്നെ ധനയോഗം കാണുന്നുണ്ട്. എന്നാൽ വ്യവസായികൾക്ക് കാലം ചില സമയങ്ങളിൽ അനുകൂലമല്ലാതെ വരും. എന്നാൽ ചില സമയങ്ങളിൽ ധാരാളം ധനം ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. സത്യസന്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടും. ഉറ്റവർ ചതിയിൽപ്പെടുത്താൻ സാധ്യത കാണുന്നു. വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം കൂടുതൽ അനുകൂലമായി കാണുന്നു. ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും. അതുപോലെ തന്നെ ധനലാഭം, കാര്യശുദ്ധി എന്നിവ അനുഭവപ്പെടും. ഭാര്യയുടെ വക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. പുതിയ വീട് വച്ച് താമസിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സഹോദരങ്ങളുടെ നീരസമായ പെരുമാറ്റങ്ങൾ ഒഴിഞ്ഞുമാറും. സന്താനങ്ങൾ മൂലം മാനസിക സന്തോഷം വർദ്ധിക്കും. ഈശ്വരാനുഗ്രഹം കൂടുതലായി കാണുന്നുണ്ട്. നാൽക്കാലികളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഭൂമി തർക്കങ്ങൾ മാന്യമായി പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അശുഭ ചിന്തകളും അതുപോലെ സംശയങ്ങളും ഒഴിവാക്കണം. അശുഭ ചിന്തകളും സംശയങ്ങളും ഒക്കെ ഒഴിവാക്കണം. ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധം കൂടുന്നതിന് ഭാഗ്യമുണ്ട്. വിദേശ ജോലി ഉപേക്ഷിക്കുവാൻ ഇട കാണുന്നുണ്ട്. കർമ്മരംഗത്ത് വലിയ നേട്ടം കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്റെ പ്രശംസയ്ക്ക് തീർച്ചയായും ഇടയുണ്ടാകും. കാലം അനുകൂലമാണെങ്കിലും കൂടുതൽ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടുന്നത്. അമിത വിശ്വാസം ഒഴിവാക്കണം. ശത്രുക്കൾ മിത്രങ്ങളാവും. എന്നാൽ ശത്രുഭയം അലട്ടിക്കൊണ്ടിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കും. ഈശ്വരാനുഗ്രഹം കൂടുതലായി കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യം കാണുന്നു. ശിവപ്രീതി ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് അകമഴിഞ്ഞ സ്നേഹം ലഭിക്കും. കലാരംഗത്ത് തനതായ സംഭാവനകൾ നൽകും. മേലുദ്യോഗസ്ഥന്റെ പ്രശംസ നേടുവാൻ കഴിയും. ബന്ധുജനങ്ങളുടെ പെരുമാറ്റം മനസ്സ് ചില സമയങ്ങളിൽ അസ്വസ്ഥമാക്കും. ക്രയവിക്രയങ്ങളിൽ വിജയം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പരുഷമായ സംഭാഷണങ്ങൾ മൂലം ഉത്തമ സുഹൃത്തുക്കളിൽ പലരും നഷ്ടപ്പെട്ടേക്കും. സന്താനങ്ങളെയും ഭാര്യയും പിരിഞ്ഞു നിൽക്കേണ്ട അവസരങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ബാധ്യതകളിൽ ചെന്ന് ചാടുവാനിടയുണ്ട്. ശ്രദ്ധിക്കുക. വിശ്രമമില്ലാത്ത ജീവിതം നയിക്കേണ്ടതായി ചില സന്ദർഭങ്ങളിൽ വരും. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് കാലം അനുകൂലമാണ്. എതിർപ്പുകളെ നേരിട്ട് പരാജയപ്പെടുത്തുവാൻ കഴിയും. ഉന്നത വ്യക്തികളുടെ സഹായം വന്നുചേരും. ഗൃഹത്തിൽ ജനനം നടക്കുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉയർന്നു വന്നേക്കാം. ശ്രദ്ധിക്കണം. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. ഒന്നിലധികം തൊഴിലുകൾ ഒരേ സമയം ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. എല്ലാം തുറന്നു പറയുന്നത് മൂലം പലരുടെയും അപ്രീതി സമ്പാദിക്കുവാൻ സാധ്യത കാണുന്നു. കുടുംബ ബന്ധങ്ങളുടെ മറവിൽ ബന്ധുജനങ്ങൾ ചൂഷണം ചെയ്യാൻ സാധ്യത കാണുന്നു. വിദേശ ജോലിക്ക് സാധ്യത കാണുന്നു. തീർച്ചയായും ഈശ്വര വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുക. സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അത്തം നക്ഷത്രക്കാരുടെ ദോഷ പരിഹാര മാർഗങ്ങൾ എന്ന് പറയുന്നത്, അത്തം ചന്ദ്രന്റെ നക്ഷത്രമായതിനാൽ തിങ്കളാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുകയോ പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്യുന്നത് വളരെ അനുഗ്രഹദായകമാണ്. തിങ്കളാഴ്ചകളിൽ ശിവന് ധാര നടത്തുന്നതും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും
മനഃശാന്തിയും സർവകാര്യ വിജയവും നൽകുന്നതാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി 108 പ്രാവശ്യം രാവിലെയും വൈകിട്ടുമൊക്കെ ജപിക്കുക. വലിയ വിജയത്തിനുള്ള സാധ്യത അത് നൽകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല ചാർത്തുന്നത് തൊഴിൽ പുരോഗതിക്ക് വഴിതെളിക്കും. എല്ലാ ഭാഗ്യങ്ങളും ഈ 2026 ചിങ്ങം മുതൽ 2027 ചിങ്ങം വരെയുള്ള സമയങ്ങളിൽ ഈശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.